നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇത്ര കാലമായിട്ട്, അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള ആൾക്കാർ ഈ സ്ട്രക്ചർ എങ്ങനെയാണ് പണി തീർത്തിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് പല രീതിയിലുള്ള റിസർച്ച് നടത്തി വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആർക്കും ഈ ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് പണി തീർത്തിരിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഒരു സംഭവത്തിന് ഏകദേശം 4580 വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് ആർക്കിയോളജിക്കൽ ഡാറ്റയിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. 146 മീറ്റർ ഉയരവും ഇതിന്റെ പ്ലാറ്റ്ഫോമിന് മാത്രം 13 ഏക്കറോളം വലിപ്പമുണ്ട്. അതോടൊപ്പം ആ കാലത്ത് 23 ലക്ഷം കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഗതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഓരോ കട്ടയ്ക്ക് 2 to 80 ടൺ വരെ ഭാരം വരുന്നുണ്ട്. അതോടൊപ്പം ഇതിന്റെ സ്ലോപ്പ് ആംഗിൾ എന്ന് പറയുന്നത് വളരെ 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 അക്യുറേറ്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ചെറിയ രൂപത്തിൽ, അതായത് ഒരു 2 നില വീടിന്റെ വലിപ്പത്തിലേക്കാണ് പണി തീർത്തെങ്കിൽ നമുക്ക് പിന്നെയും പറയാം. പക്ഷേ ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ പണി തീർത്തു, അതും ഇത്രയും അക്യുറസിയോടെ. അതോടൊപ്പം ഈ ഒരു സംഭവം ഭൂമിയുടെ ട്രൂ നോർത്തുമായിട്ട് 1/15 ഡിഗ്രി മാത്രമാണ് മിസ്അലൈൻഡ് ആയിട്ട് വരുന്നുള്ളൂ. പിരമിഡിന്റെ ലൊക്കേഷന്റെ ലാറ്റിറ്റ്യൂഡ് എടുത്തു നോക്കിയാലും സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ആ ഒരു വാല്യൂ എടുത്തു നോക്കിയാലും അതും ഒരേ നമ്പർ തന്നെയാണ്. അതോടൊപ്പം പിരമിഡിന്റെ ഹൈറ്റും അതിന്റെ ബേസിന്റെ റേഷ്യോ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ സർക്കംഫറൻസ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് പണി തീർക്കാൻ പറ്റി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മിസ്റ്ററി. ഒബ്വിയസ്ലി 4500ഓളം വർഷങ്ങൾക്ക് ശേഷവും ഇതെങ്ങനെയാണ് പണി തീർത്തിരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റാത്തത് കൊണ്ടും ഈ മിസ്റ്ററികളെല്ലാം ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാടധികം തിയറികൾ പുറത്തേക്ക് വരും. എന്നാൽ പിരമിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ യാതൊരു പ്രശ്നമില്ല, അത് നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെറും കോൺസ്പിറസി ആണ് എന്ന് പറഞ്ഞെടുക്കുന്നവരും ഉണ്ട്. ഇവിടെ ഇത്രയും ഭാരമുള്ള ഗ്രാനൈറ്റ് ഏകദേശം 800 കിലോമീറ്ററോളം അപ്പുറം കിടക്കുന്ന അസ്വാൻ എന്ന് പറയുന്ന ക്വാറിയിൽ നിന്ന് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്തതെന്നോ, അതെങ്ങനെയാണ് ഇത്ര അധികം അക്യുറസിയോടെ ഒരു സ്ഥലത്ത് കൊണ്ടേ വച്ചതെന്നോ, ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ലോകത്ത് ജീവിച്ചു വന്ന മറ്റുള്ള സിവിലൈസേഷൻസ് എഴുതാൻ പോലും പഠിച്ചു വരുന്ന ആ ഒരു സമയത്താണ് ഇവർ ഇത്രയും വലിയ മോണുമെന്റ് ഒക്കെ പണി തീർത്തിരിക്കുന്നത്. പിരമിഡ്സിനെ പറ്റിയിട്ടുള്ള എഞ്ചിനീയറിംഗ് സൈഡിൽ വരുന്ന ഒരുപാട് മിസ്റ്ററീസിനെ പറ്റി ഞാൻ പല വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ പിരമിഡ് എന്നുള്ള ഈ ഒരു വലിയ സ്ട്രക്ചർ അവർക്ക് പണി തീർക്കാൻ പറ്റിയത്?